നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് സിംഗിൾ ടാസലാണ്. നമ്മൾ ഓൾറെഡി ഡബിൾ ഷെയ്ഡ് ആയിട്ടുള്ള ടാസൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവർ പോയി കാണേണ്ടതാണ്. അതിന്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും ഇട്ടിട്ടുണ്ട്. ഗ്രീൻ ആൻഡ് കോപ്പർ ഷെയ്ഡിലായിട്ടുള്ള ഒരു സിൽക്ക് സാരിയാണ് നമ്മൾ ഇവിടെ ടാസൽ ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് ഗ്രീൻ കളർ ഡാർക്ക് ഗ്രീൻ ഷെയ്ഡിലുള്ള എംബ്രോയിഡറി ത്രെഡാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. പിന്നെ ടാസലിന്റെ എഡ്ജിലൊരു സ്റ്റോണും നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഡബിൾ ഷെയ്ഡ് ആയിട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഓരോ കളർ നൂലും 50 വട്ടാണ് ചുറ്റിയെടുത്തത്. ഇവിടെ നമ്മൾ 100 വട്ടാണ് ഓരോ നൂലും ചുറ്റിയെടുക്കാൻ പോകുന്നത്. ചുറ്റുമ്പോൾ എണ്ണം തെറ്റാതിരിക്കാൻ ശ്രദ്ധിക്കുക. നമ്മൾ ഇപ്പോൾ കുറച്ചാണ് ചുറ്റുന്നതെങ്കിൽ നമ്മുടെ ടാസലുകൾ തമ്മിൽ നൂലുകളുടെ കനത്തിലുള്ള വ്യത്യാസം വരും. അതുകൊണ്ട് തന്നെ എല്ലാ ടാസലും ഒരുപോലെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു കൃത്യമായിട്ടുള്ള കൗണ്ട് നിശ്ചയിക്കുക. ഇപ്പം 100 വേണമെങ്കിൽ 100 വയ്ക്കാം, 150 വേണമെങ്കിൽ 150. തിക്നെസ് നമുക്ക് കൂട്ടും കുറയ്ക്കും ചെയ്യാം. പക്ഷെ ഒരു 100 മീഡിയമാണ്. കട്ട് ചെയ്യുമ്പോൾ ഒരു വശത്ത് നന്നായിട്ട് ഹോൾഡ് ചെയ്ത് പിടിക്കാൻ ശ്രദ്ധിക്കുക. അല്ലാത്ത പക്ഷം നമ്മൾ കട്ട് ചെയ്ത വഴിക്ക് നമ്മൾ ടൈറ്റിലാണ് ചുറ്റുന്നത്. അപ്പോൾ കട്ട് ചെയ്ത വഴിക്ക് ഒക്കെ കൂടി നമ്മൾ സ്പ്രെഡായി പോകും. അതുകൊണ്ട് ഒരു പോർഷൻ, അതായത് ഏതെങ്കിലും ഒരു സൈഡ് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് പിടിച്ചാൽ അവിടെ ആ ഭാഗത്ത് നൂല് നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. പിറ്റത്തെ വശം നമുക്ക് ഇത്തിരി സ്പ്രെഡ് ആയാലും കുഴപ്പമില്ല. എഡ്ജ് പോർഷൻ കുറച്ച് സ്പ്ലിറ്റ് ചെയ്യുക. അതിന് ശേഷമാണ് നമ്മൾ ഗം ചെയ്യുന്നത്. എല്ലാം കൂടി ഒരുമിച്ച് ഗമ്മിടുമ്പോൾ അവിടെ കനം കൂടുകയും നമ്മൾ ഹോളിൽ കയറ്റുമ്പോൾ അത് എന്താ പറയുക സ്പ്ലിറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളൊരു ഷാർപ്പ് എഡ്ജിൻ്റെ പോലെ വേണം നമ്മൾ ഗമ്മിടാൻ വേണ്ടിയിട്ട്. ഗമ്മിട്ടതിന് ശേഷം നമ്മൾ നന്നായിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. കാരണം ഗമ്മ് നന്നായിട്ട് ഉണങ്ങിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഹോളിലൂടെ സാരിയിൽ ഹോൾ ഉണ്ടാക്കിയിട്ട് ഹോളിലൂടെ കയറ്റുമ്പോൾ അത് അടർന്നു പോരാൻ സാധ്യതയുണ്ട്. നമ്മളെപ്പോഴും ടാസൽ ചെയ്യുമ്പോൾ സാരിയുടെ പുറകുവശത്ത്, അതായത് ചീത്ത വശത്ത് വേണം ടാസൽ ചെയ്യാൻ. ടാസൽ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം സാരി എത്ര നീളമുണ്ടെന്ന് ആദ്യം അളക്കണം. അതായത് സാരി ഏകദേശം എത്ര നീളം, അതായത് ചില സാരി 44 ഇഞ്ച്, ചില സാരി അതിനും കൂടുതൽ വരുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഒരു സാരിയിൽ എന്തോരം ടാസലുണ്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. അതിനുശേഷമാണ് ഓരോ ടാസൽ തമ്മിലുള്ള ഡിസ്റ്റൻസ് നമ്മൾ നോക്കേണ്ടത്. ഇവിടെ 2 ഇഞ്ച് ഡിസ്റ്റൻസിലാണ് എല്ലാ ടാസലും ചെയ്യാൻ പോണത്. ടാസൽ എവിടെയൊക്കെ വേണമെന്നത് മാർക്ക് ചെയ്യേണ്ടത് പുറകുവശത്താണ്. ഹോൾ ഉണ്ടാക്കുന്നതും പുറകുവശത്ത് തന്നെയാണ്. ഞാനിവിടെ ചെറിയ ഷാർപ്പായിട്ടുള്ള കത്രികയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് ഉപയോഗിച്ചിട്ട് ഹോള് ക്രിയേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഹോൾ ഉണ്ടാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നന്നായിട്ട് കത്രികയോ അല്ലെങ്കിൽ ട്രിമ്മറോ കടക്കാണെന്നുണ്ടെങ്കിൽ ഹോള് വലുതാവും. ഹോള് വലുതായിട്ടുണ്ടെങ്കിൽ സാരി ഡാമേജ് ആവും. പ്രത്യേകം ശ്രദ്ധിക്കുക ഹോൾ ഉണ്ടാക്കുമ്പോൾ. നമ്മൾ ചെയ്യാനായിട്ട് ഒരുവിധം ഒരു 5-6 ഹോൾ ആദ്യം ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ നൂലിട്ട് തുടങ്ങാം. നമ്മളെപ്പോഴും ടാസൽ ചെയ്യുമ്പോൾ സാരിയുടെ മുകൾ വശത്ത് ഒരു വെയിറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഭാരം കയറ്റി വെക്കണം. അല്ലാത്ത പക്ഷെ നമ്മൾ നൂലിടുന്ന സമയത്ത് സാരി മുന്നിലോട്ട് കയറി വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ നൂല് കോർക്കുമ്പോൾ അതിൽ വലിപ്പ വ്യത്യാസം വരും. നമ്മൾ ഈ എടുക്കുന്ന നൂല് ഗമ്മിട്ടതിന് ശേഷം എഡ്ജൊന്ന് ഷാർപ്പ് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. അല്ലാത്ത പക്ഷെ നമുക്ക് തുണിയിനുള്ളിൽ കൂടെ കയറ്റാൻ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. ഇട്ടതിന് ശേഷം ഒരു വശത്ത് നമ്മൾ ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ട് പതിയെ വലിക്കുക. നമ്മൾ ഫസ്റ്റത്തെ ടാസൽ ഇടുമ്പോൾ എപ്പോഴും കുറച്ച് ബാക്ക് വശത്ത് കൂടുതൽ ഇടണം. കാരണം ഫസ്റ്റത്തെ എപ്പോഴും കാറ്റിറക്കങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ അതൊന്ന് ലെവലാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റത്തേൽ കുറച്ച് കൂടുതൽ ഇട്ടിട്ട് കെട്ടി കട്ട് ചെയ്യാം കേട്ടോ. നമ്മൾ കെട്ടുന്നതിനായിട്ട് ഗോൾഡൻ ഷെയ്ഡിലുള്ള എംബ്രോയിഡറി ത്രെഡാണ് ഉപയോഗിക്കുന്നത്. നമ്മളൊരു ഓരോരോ പീസാക്കി കട്ട് ചെയ്തിട്ടാണ് നമ്മൾ കെട്ടാൻ ഉപയോഗിക്കുന്നത്. മൊത്തം റോളായിട്ട് കെട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്.
ഡബിൾ ഷെയ്ഡ് ടാസലിനായിട്ട് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ് സിംഗിൾ ഷെയ്ഡ്. ഡബിൾ ഷെയ്ഡ് ആകുമ്പോൾ നമ്മൾ 2 കളറുകളും തമ്മിൽ കലരാണ്ട് നമ്മൾ ശ്രദ്ധിക്കണം. ഇതാകുമ്പോൾ ഒറ്റ സിംഗിൾ ഷെയ്ഡാണ്, കാരണം നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. കെട്ടിടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, അഴിഞ്ഞു പോകാത്ത രീതിയിൽ കെട്ടിടാൻ ശ്രദ്ധിക്കുക. ഇതിപ്പോൾ സാരിയിൽ ഇങ്ങനെ ടാസലിടാം. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സാധാ കോട്ടൺ ത്രെഡ് താഴെ നമ്മൾ സ്വീങ് ഉപയോഗിക്കുന്ന നോർമൽ ത്രെഡിലും ഇങ്ങനത്തെ ടാസലുകൾ ഇടാൻ പറ്റും. ആ ഒരു വീഡിയോ നമ്മൾ വേറെ ചെയ്യുന്നതായിരിക്കും. നമ്മളിപ്പോൾ സിംഗിൾ കളറിൽ ടാസൽ ഇടുമ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോ കളറ് വിട്ട് ഇപ്പോൾ ഒരു ഫുൾ 100 നൂലിൻ്റെ ഒരു ടാസൽ ഇടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടോട്ടൽ ഒരു 200 ഇഴയുടെ ടാസലാണ് വരുന്നത്. അങ്ങനെ നമുക്ക് ഇപ്പൊ നമ്മളിപ്പോ ഇവിടെ കോപ്പർ നൂല് കിട്ടാത്ത കാരണമാണ് നമ്മൾ ഫുൾ ഗ്രീൻ വെച്ച് ചെയ്യണത്. കോപ്പർ കൂടി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഗ്രീൻ ഒരു കോപ്പർ അങ്ങനത്തെ കളർ കോമ്പിനേഷനിൽ നമുക്ക് ചെയ്തു പോകാവുന്നതാണ്. അതിനുശേഷം നമ്മൾ ടാസിൽ കെട്ടിയതിന് ശേഷം അതിൻ്റെ പുറകുവശത്തായിട്ട് ഫാബ്രിക് ഗ്ലൂ ഇടാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. എഡ്ജ് നമ്മൾ കറക്റ്റായിട്ട് അല്ലതിൻ്റെ എഡ്ജ് ഓരോ വലിപ്പത്തിൽ കട്ട് ചെയ്തതിന് ശേഷം അത് ഉൾട്ടായിട്ട്, അതായത് നല്ല വശത്തിട്ടിട്ട് അല്ലതിൻ്റെയും കെട്ടിൻ്റെ മേലെ ഗോൾഡൻ ത്രെഡ് ഉപയോഗിച്ച് കെട്ടിൻ്റെ മേലെ 2 സ്റ്റോൺ വീതമാണ് നമ്മളിവിടെ ഒട്ടിച്ചു കൊടുക്കുന്നത്. നമുക്ക് സ്റ്റോൺ ഒട്ടിക്കാം, അല്ലെങ്കിൽ ഹാഫ് ബീഡ് ഒട്ടിക്കാം. ഹാഫ് ബീഡ് ഒട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കുക, ബാക്കിൽ കളറില്ലാത്ത ബീഡ് വേണം ഒട്ടിക്കാൻ. നമ്മളിപ്പോൾ ഇവിടെ ഉപയോഗിച്ചിരുന്നത് ഗോൾഡൻ കളർ സ്റ്റോണാണ്, ഹാഫ് സ്റ്റോൺ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി ഞാൻ വിചാരിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ ഷെയർ ചെയ്യാൻ മറക്കല്ലേ. മുന്നേ പറഞ്ഞ പോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. See you in another video. Bye.